മലപ്പുറം അരീക്കോട് മൊബൈൽ കട കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. അസം സ്വദേശി ജിയാബുർ റഹ്മാനാണ് പിടിയിലായത്. സമാനമായ 7 കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീറെ, 20,000 രൂപ കൂട്ട് തല്ലി പൊളിച്ചിട്ട് പ്രതി എടുത്തിട്ട് പോയതാണ്. ആ കേസ് നമ്മൾ പ്രതിയുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പാലക്കാട് റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് നമ്മൾ പ്രതി അറസ്റ്റ് ചെയ്യുന്നത്. പ്രതി മോഷണം നടത്തിയതിന് ശേഷം അസമിലോട്ട് നാട്ടിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ പ്രതിയെ കിട്ടില്ലായിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, എങ്ങനെയാണ് പ്രതിയെ പിടികൂടിയത്? ദിവ്യ, ഈ അരീക്കോട്ടെ ബസ് സ്റ്റാൻഡിൽ ഉള്ള ഒരു മൊബൈൽ ഷോപ്പ് കട കുത്തി തുറന്ന് അതിൽ നിന്ന് പണവുമായി മോഷ്ടിച്ച് ഇയാൾ അസമിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു ഈ പ്രതിയായ ജിയാബുർ റഹ്മാൻ നടത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇയാൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കൊണ്ടോട്ടി പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഈ മോഷണം നടത്തി 48 മണിക്കൂറിനകം തന്നെ ഇയാളെ പിടികൂടാനായി എന്നുള്ളതാണ്. ഇയാൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു. ഇയാളുടെ വിവാഹം അടുത്തിരുന്നു. വിവാഹത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പണം എടുത്തത് എന്നുള്ള ഒരു കാര്യമാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷം പോലീസ് ഇയാളുടെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തിയതിനിടയിലാണ് പാലക്കാട് നിന്ന് ട്രെയിൻ മാർഗം കടക്കാനുള്ള അസമിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ടിക്കറ്റ് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഇയാൾ പിടിയിലാകുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ ഏതാണ്ട് 7ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. കൃത്യസമയത്ത് പോലീസ് അന്വേഷിച്ച് അവിടെ എത്തിയതുകൊണ്ടാണ് ഇയാൾ പിടിയിലായത്. അല്ലെങ്കിൽ ഇയാൾ അസമിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ മോഷണം നടന്ന് 48 മണിക്കൂറിനകം തന്നെ ഈ പ്രതിയെ പിടിക്കാനായതിൽ വ്യാപാരികളും ഏറെ സംതൃപ്തിയിലാണ്. ജംഷീർ കുടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.